നമസ്കാരം. ഭൂമിക്ക് പിന്നാലെ ചന്ദ്രനെയും കുപ്പത്തൊട്ടിയാക്കാൻ മനുഷ്യൻ. ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചു തകർന്ന സ്പേസ് എക്സ് റോക്കറ്റ്, ടൺ കണക്കിന് പ്ലാസ്റ്റിക് ലോഹ അവശിഷ്ടങ്ങളും വിനാശകാരിയായ ചന്ദ്രധൂളിയും വരും ദൗത്യങ്ങൾക്ക് വൻ ഭീഷണി. പ്രകൃതിദത്ത ഉപഗ്രഹത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കുന്ന മാലിന്യ കൂമ്പാരത്തിൽ ആശങ്കപ്പെട്ട് ശാസ്ത്രലോകം. ഭൂമിയിലെ പരിസ്ഥിതിയെ തകർത്ത് തരിപ്പണമാക്കിയതിന് പിന്നാലെ ഭൂമിയുടെ ഒരേയൊരു പ്രകൃതിദത്ത ഉപഗ്രഹമായ ചന്ദ്രനെയും വൻ മാലിന്യ കൂമ്പാരമാക്കി മാറ്റാൻ മനുഷ്യന്റെ ബഹിരാകാശ ദൗത്യങ്ങൾ വഴി തുറക്കുന്നു. ചന്ദ്രനെ ലക്ഷ്യമാക്കിയുള്ള വിവിധ രാജ്യങ്ങളുടെയും വൻകിട സ്വകാര്യ ബഹിരാകാശ ഏജൻസികളുടെയും ഗവേഷണ ദൗത്യങ്ങൾ അതിവേഗം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ ചന്ദ്രോപരിതലം മനുഷ്യനിർമ്മിത അവശിഷ്ടങ്ങളുടെ വൻ തള്ളൽ കേന്ദ്രമായി മാറുകയാണോ എന്ന ഗൗരവകരമായ ചോദ്യമാണ് ശാസ്ത്രലോകം ഇപ്പോൾ ഉയർത്തുന്നത്. ചന്ദ്രനിലേക്ക് ഓരോ തവണ ഉപഗ്രഹങ്ങളും റോക്കറ്റുകളും അയക്കുമ്പോഴും അവ ഉപേക്ഷിച്ചു പോകുന്ന ഉപഗ്രഹ ഭാഗങ്ങളും റോക്കറ്റിന്റെ അവശിഷ്ടങ്ങളും ഉപകരണങ്ങളും വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അടുത്തൊരു അമേരിക്കൻ ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് കമ്പനിയുടെ ഫാൽക്കൺ 9 റോക്കറ്റിന്റെ അപ്പർ സ്റ്റേജ് ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ സംഭവത്തോടെയാണ് ഈ വിഷയത്തിൽ ആഗോളതലത്തിൽ വീണ്ടും ആശങ്ക കടുത്തിരിക്കുന്നത്. ബഹിരാകാശത്ത് ഒരു വർഷത്തിലേറെയായി അനാഥമായി ചുറ്റിത്തിരിഞ്ഞിരുന്ന 4.5 ടൺ ഭാരമുള്ള ഈ ഭീമൻ റോക്കറ്റ് അതിന്റെ ഭാഗമാണ് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് അതിശക്തമായി ഇടിച്ചു കയറി തകർന്നടിഞ്ഞത്. ഫയർഫ്ലൈ എയ്റോസ്പേസിന്റെ ബ്ലൂ ഗോസ്റ്റ് 1, ഐസ്പേസിന്റെ ഹക്കൂറ്റോ ആർ മിഷൻ 2 എന്നീ ശാസ്ത്രീയ ദൗത്യങ്ങളെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്കുവച്ച ശേഷമാണ് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 അപ്പർ സ്റ്റേജ് റോക്കറ്റ് ഭാഗം ബഹിരാകാശത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തുടർന്ന് സ്വന്തം പാതയിൽ നിന്നും വ്യതിചലിച്ച ഈ അവശിഷ്ടം ഐൻസ്റ്റീൻ ക്രേറ്ററിന് സമീപത്തായി ചന്ദ്രന്റെ ഉപരിതലത്തിൽ വൻ ആഘാതത്തോടെ ചെന്നിടിക്കുകയായിരുന്നു. ബഹിരാകാശ ടെലിസ്കോപ്പുകളും കൃത്രിമ ഉപഗ്രഹങ്ങളും തത്സമയം നിരീക്ഷിച്ച ഈ കൂട്ടയിടിയുടെ ആഘാതത്തിൽ വൻതോതിലുള്ള വിഷവാതകം, സോഡിയം, ലിഥിയം തുടങ്ങിയ രാസവസ്തുക്കളും ചന്ദ്രന്റെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. മുൻകാലങ്ങളിലെ അപ്പോളോ ദൗത്യങ്ങൾ, സോവിയറ്റ് യൂണിയന്റെയും ചൈനയുടെയും ചാന്ദ്ര റോവറുകൾ, ചരിത്രപരമായ ബഹിരാകാശ പേടകങ്ങൾ എന്നിവ വഴി ടൺ കണക്കിന് മനുഷ്യനിർമ്മിത സാമഗ്രികളാണ് ഇതിനോടകം തന്നെ ചന്ദ്രനിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ചില വസ്തുക്കൾ ശാസ്ത്രീയ ആവശ്യങ്ങൾക്കായി ബോധപൂർവം അവിടെ സ്ഥാപിച്ചതാണെങ്കിൽ മറ്റു ചിലത് സാങ്കേതിക തകരാറുകൾ മൂലമുള്ള അപകടകരമായ കൂട്ടിയിടികൾ വഴി ചന്ദ്രനിൽ അവശിഷ്ടങ്ങളായി മാറിയതാണ്. പുതിയ ബഹിരാകാശ ദൗത്യങ്ങളുടെ എണ്ണം ക്രമാതീതമായി ഉയരുമ്പോൾ ഇത്തരം അവശിഷ്ടങ്ങളുടെ അളവ് അതിവേഗം പെരുകുമെന്നതാണ് പ്രധാന ഭീഷണി. ഭൂമിയെപ്പോലെ സാന്ദ്രമായ അന്തരീക്ഷമോ സംരക്ഷണ വലയമോ ഇല്ലാത്തതിനാൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന ചെറിയ കൂട്ടിയിടികൾ പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഭൂമിയുടെ 1/6 മാത്രം ഗുരുത്വാകർഷണ ബലമുള്ള ചന്ദ്രനിൽ ഒരു ബഹിരാകാശ പേടകമോ റോക്കറ്റോ ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങളും സൂക്ഷ്മമായ ചന്ദ്രധൂളിയും അഥവാ ലൂണാർ ഡസ്റ്റ് കിലോമീറ്ററുകളോളം ദൂരേക്ക് വൻ വേഗതയിൽ തെറിച്ചു വീഴാൻ കാരണമാകും. ഇങ്ങനെ വായുവിൽ ഉയരുന്നതും ചിതറിക്കിടക്കുന്നതുമായ ചന്ദ്രധൂളി വരാനിരിക്കുന്ന ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്ക് വൻ ഭീഷണിയാണ് ഉയർത്തുന്നത്. ദീർഘകാലത്തെ ശാസ്ത്ര ഗവേഷണ ചരിത്രവും സൗരയൂഥത്തിന്റെ കോടിക്കണക്കിന് വർഷത്തെ ഓർമ്മകളും പേർന്ന ചന്ദ്രന്റെ ഉപരിതലം മനുഷ്യന്റെ അനാവശ്യ ഇടപെടലുകൾ മൂലം നശിക്കുകയാണ്. പ്രധാനപ്പെട്ട പല ചാന്ദ്ര മേഖലകൾക്കും വലിയ ശാസ്ത്രീയവും ചരിത്രപരമായ മൂല്യവുമുണ്ട്. ഭാവിയിൽ ചന്ദ്രനിൽ വീണ്ടും പേടകങ്ങൾ ഇറക്കുമ്പോഴും പുതിയ ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമ്പോഴും മുൻപ് തകർന്നു വീണ റോക്കറ്റുകളുടെയും അവശിഷ്ടങ്ങളുടെയും സാന്നിധ്യം വൻ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു.